കാപ്പ കേസ് പ്രതിയും ബി.ജെ.പി കൗൺസിലറുമായ സുഗതന്റെ ജാമ്യരേഖകൾ അതീവ രഹസ്യമെന്ന സർക്കാർ. രേഖകൾ നൽകാനാകില്ലെന്ന ആഭ്യന്തര വകുപ്പ്. വിവരാവകാശ രേഖയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ മറുപടി. നൃപൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നൃപൻ, നേരത്തെ തന്നെ ഈ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സുഗതനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നത്. ഒപ്പം അത് വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന മറുപടിയാണ് നൽകുന്നത്. ആര്യ, തീർച്ചയായും നേരത്തെ തന്നെ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലർ ഇപ്പോൾ സെൻട്രൽ ജയിലിലാണ്. അപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കാപ്പ കേസ് ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. തുടർ നടപടി വലിയ തരത്തിൽ വിവാദമാകുന്നു. നഗരസഭ സ്ഥിരമായി ചേരാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. അദ്ദേഹത്തിന് 3 നഗരസഭാ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എങ്കിൽ സ്വാഭാവികമായി കൗൺസിലർ പദവി നഷ്ടമാകുന്ന തരത്തിലുള്ള വലിയ നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നഗരസഭാ യോഗം ചേരുന്നു. ആ നഗരസഭാ യോഗത്തിൽ ആ സുഗതൻ്റെ അവധി അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ നഗരസഭ അത് പാസ്സാക്കുന്നു. അതിന് കാരണമായത് ആഭ്യന്തര വകുപ്പ് മേയറായിട്ടുള്ള വി രാജേഷ് അന്നത്തെ ഈ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉയർത്തിക്കാട്ടിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ സുഗതന് അനുകൂലമായി ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ ഒരു കത്താണ്. ആ കത്തിൽ കൊടുത്തിട്ടുള്ള മറുപടിയിൽ പറയുന്നത് സുഗതന് വേണമെങ്കിൽ നഗരസഭയുടെ ഭൂരിപക്ഷം തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവധി ലഭ്യമാകാനുള്ള അവകാശമുണ്ട് എന്നുകൂടി ആഭ്യന്തര വകുപ്പിൻ്റെ ഈ കത്തിലുണ്ട്. അതാണ് വലിയ വിവാദമായത്. അതിനെ തുടർന്ന് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അതിൻ്റെ നടപടിക്രമങ്ങൾ ഈ സുഗതൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ രേഖകൾ എന്താണ് എന്നതാണ് വിവരാവകാശ രേഖയിൽ ചോദിക്കുന്നത്. ആ ചോദിക്കുന്നതിലാണ് വളരെ വിചിത്രമായ മറുപടി. ആ മറുപടി എന്ന് പറഞ്ഞാൽ ഈ സുഗതൻ്റെ ജാമ്യ അപേക്ഷയുമായി ബന്ധപ്പെട്ടും തുടർന്ന് കിടന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ടും പോലീസ് തയ്യാറാക്കിയ ഒരു രേഖകളും പുറത്തു നൽകാനാകില്ല, അത് അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്നതാണ് ഈ മറുപടിയിൽ വിവരാവകാശ മറുപടിയിൽ പറയുന്നത്. അതാണ് ഈ സുഗതന് വേണ്ടി, സുഗതൻ്റെ കേസ് കാപ്പ കേസ് പ്രതിയായ സുഗതന് വേണ്ടി എത്രമാത്രം ഉദാര മനസ്കതയോടുകൂടി സംസ്ഥാനത്തെ UDFിൻ്റെ ആഭ്യന്തര വകുപ്പ് പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ വിവരാവകാശ രേഖയിലെ മറുപടിയിലെ ഏറ്റവും വലിയ കൗതുകം. അതിനകത്ത് ആര്യ പറഞ്ഞ ഒരു ഭാഗം, പ്രസക്തമായൊരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് സുഗതനോട് എന്തുമാത്രം പ്രത്യേകമായിട്ടുള്ള മമത ഈ സർക്കാർ കാട്ടുന്നു എന്നതാണ്. ആ രേഖയിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. വിവരാവകാശ നിയമപ്രകാരം 2005 വകുപ്പ് 8(1) പ്രകാരം തടങ്കലിലായ വ്യക്തിയുടെ ക്രിമിനൽ ചരിത്രവും വ്യക്തിഗത വിവരങ്ങളും പ്രസ്തുത അപേക്ഷകന് നൽകുന്നത് ആ വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ജില്ലാ പോലീസ് മേധാവി, ജില്ലാ മജിസ്ട്രേറ്റ്, അഡ്വൈസറി ബോർഡ് എന്നിവർ സർക്കാരിലേക്ക് സമർപ്പിക്കുന്ന രഹസ്യ റിപ്പോർട്ടുകളും നിർദ്ദേശങ്ങളും വിവരാവകാശ നിയമം 2005 വകുപ്പിലെ നേരത്തെ പറഞ്ഞ 8(1) പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള വിശ്വസ്തതാ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈമാറുന്നവയാണ്. അതായത് ഈ പറഞ്ഞ വിവരാവകാശ നിയമപ്രകാരം 2005 ഈ വകുപ്പ് പ്രകാരം തടങ്കലിലായിട്ടുള്ള കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗതൻ്റെ വ്യക്തിപരമായി ആ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായി മാറും എന്നതാണ് ഈ മറുപടി പറയുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിന് വലിയ വീഴ്ച പറ്റി, തുടർന്ന് നടപടി ഉണ്ടാകുന്നു, സർക്കാർ പ്രതിരോധത്തിലാക്കി, വലിയ തരത്തിൽ സർക്കാരിനെതിരെ വിമർശനമുണ്ടായി. LDF ഇത് രാഷ്ട്രീയപരമായി ഏറ്റെടുത്തു. മാത്രമല്ല BJP ഈ ഉത്തരവാണ് ഈ കഴിഞ്ഞ വലിയ തരത്തിൽ വിവാദമായ നഗരസഭാ യോഗത്തിൽ മേയർ വി രാജേഷ് ഉയർത്തിക്കാട്ടിയത്. അത് ജാമ്യാപേക്ഷ നിരസിക്കുന്നു എന്ന് ആഭ്യന്തര വകുപ്പിന് എഴുതാം. പക്ഷേ ജാമ്യാപേക്ഷ എന്തിനാണ് അദ്ദേഹം ജാമ്യാപേക്ഷ സമർപ്പിച്ചത്? ജാമ്യം അനുവദിക്കുന്നത് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനാണ്. അത് അനുവദിക്കാൻ നിർവാഹമില്ല എന്ന് മറുപടി എഴുതുന്നതിന് പകരം അങ്ങനെ അനുവദിച്ചില്ല എങ്കിലും അദ്ദേഹത്തിന് വേണമെങ്കിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിലെ ഭൂരിപക്ഷം തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിൽ അവധിക്ക് അപേക്ഷ നൽകുകയും അവധി അംഗീകരിക്കപ്പെടുകയും ചെയ്യാം എന്ന ഒരു മറുപടി കൂടി സുഗതന് അനുകൂലമായി ആഭ്യന്തര വകുപ്പ് കൊടുത്തു. അത് വലിയ വിവാദമായ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ രേഖ പ്രകാരം ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഈ ആഭ്യന്തര വകുപ്പ് മറച്ചു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല സുഗതന് ഫേവർ ചെയ്യുന്ന മറുപടി കൂടി ഇതിലേറ്റവും പ്രസക്തമാണ്. കാരണം UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ സർക്കാർ ആർക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് BJPയുടെ കാപ്പ കേസ് പ്രതിയായി ഇപ്പോൾ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കൽ കഴിയുന്ന ഒരു പ്രതിക്ക് അനുകൂലമായ ഒരു ഉത്തരവുണ്ടാകുന്നു. ആ ഉത്തരവ് സംബന്ധിച്ചുള്ള തുടർ ചോദ്യങ്ങളെ അതീവ രഹസ്യമായി വിവരാവകാശ പ്രകാരം ഉത്തരവ് മറുപടി നൽകാൻ കഴിയില്ല എന്ന് ആഭ്യന്തര വകുപ്പ് വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ആര്യ.